നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കഥ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് മാത്രമല്ല, ഒരു വ്യവസ്ഥയുടെ മുന്നിൽ തോൽവി സമ്മതിക്കാൻ മടിച്ച ഒരു സാധാരണ സ്ത്രീയുടെ ധൈര്യത്തിന്റെ കഥയാണ് ഇത്. ഒരു പച്ചക്കറി മാർക്കറ്റിന്റെ ഒരു മൂലയിൽ തുടങ്ങിയ ഈ ചെറിയ സംഭവം ആ മാർക്കറ്റുള്ള മുഴുവൻ നഗരത്തെയും എങ്ങനെ മാറ്റിമറിച്ചു എന്നതിനെക്കുറിച്ചുള്ള കഥ. ആ നഗരത്തിൽ വളരെക്കാലമായി ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഉച്ചസമയങ്ങളിൽ ആ മാർക്കറ്റ് എത്ര തിരക്കേറിയതായിരിക്കും എന്ന് ഒരു നിമിഷം ഊഹിച്ചു നോക്കൂ. പച്ചക്കറി വിൽക്കുന്നവർ, വാങ്ങുന്നവർ, ഇവരുടെ ഇടയിൽ രശ്മി എന്ന ഒരു യുവതി പല വർഷങ്ങളായി തന്റെ പച്ചക്കറി വണ്ടിയിൽ ഇരുന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ ആ ദിവസം രശ്മിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദിവസമായിരുന്നു. ആ ദിവസം പോലീസുകാർക്കെതിരെ അവൾക്കുണ്ടായ കോപം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മാത്രമല്ല, ഒരു മുഴുവൻ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചു. ഇത് വെറുമൊരു കഥ മാത്രമല്ല, ഇത് ഓരോരുത്തർക്കും ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. നമുക്ക് നീതി ലഭിക്കാത്തപ്പോൾ, അനീതി നടക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ കഴിവിന്റെ പരമാവധി നീതിക്കായി പോരാടും. 30 വയസ്സുള്ള രശ്മി തന്റെ പച്ചക്കറി വണ്ടിക്ക് മുന്നിൽ ഇരിക്കുകയായിരുന്നു. കഴുകിയ വെളുത്ത സൽവാർ ധരിച്ചിരുന്നു. പല വർഷങ്ങളായി ഈ ജോലി ചെയ്തിരുന്നതിനാൽ അവളുടെ മുഖത്ത് അവളുടെ കഷ്ടപ്പാടിന്റെ അടയാളങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായിരുന്നു, പക്ഷേ അവളുടെ മനസ്സിൽ ഒരു പറയാനാകാത്ത വേദന ഉണ്ടായിരുന്നു. വർഷങ്ങളായി അവൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ദുഃഖം. ഇതുവരെ അവൾ ഒരു സാധാരണ സ്ത്രീ മാത്രമായിരുന്നു. പക്ഷേ ആ ദിവസം അവൾ എടുത്ത തീരുമാനം, അവൾ കാണിച്ച ധൈര്യം, അവൾ സംസാരിച്ച രീതി എല്ലാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവളുടെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങി. കോലാഹലമുയർന്ന മാർക്കറ്റിൽ ഒരു വലിയ ശബ്ദം മുഴങ്ങി. ഹേ പെൺകുട്ടി, നിന്റെ പച്ചക്കറി വിറ്റോ, പോലീസുകാരോട് വഴക്കിന് പോവരുത് എന്ന് ബലദേവിന്റെ അലർച്ച. അവൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ ആയി ജോലി ചെയ്തിരുന്നു. അവൻ ഒരു അഹങ്കാരി. അവന്റെ പിന്നിൽ അവൻ പറയുന്ന ഓരോ കാര്യത്തിനും ശരി എന്ന് തലയാട്ടുന്ന കിഷൻ ഉണ്ടായിരുന്നു. ബലദേവിന്റെ വാക്കുകൾ രശ്മി കേട്ടു. പക്ഷേ ആ ദിവസം അവൾ ഭയപ്പെട്ടില്ല, തിടുക്കം കാണിച്ചതുമില്ല. എന്നാൽ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ഥലത്ത് ഒരു തീപ്പൊരി പടരാൻ പോകുന്നുണ്ടായിരുന്നു. ആരും ഊഹിക്കാത്ത ഒരു തീപ്പൊരി. പോലീസുകാർ മാർക്കറ്റിലേക്ക് വരുന്നത് പുതിയ കഥയല്ല, പക്ഷേ ഇത്തവണ മറുപടി കുറച്ചു വ്യത്യസ്തമായിരുന്നു. എല്ലാ ആഴ്ചയും തങ്ങളുടെ കാഴ്ച വാങ്ങാൻ ബലദേവും കിഷനും മാർക്കറ്റിലേക്ക് വരും. ബലദേവ് കൈ ഇടുപ്പിൽ വച്ച് രശ്മിയെ നോക്കി. ഈ പ്രാവശ്യം ഞാൻ 250 രൂപ എടുക്കും. ഇത് ഞാൻ എടുക്കുന്നതല്ല, വലിയ സാറിന്റെ ഓർഡർ ആണ് എന്ന് പറഞ്ഞു. ആ മാർക്കറ്റിലെ ചെറുകിട വ്യാപാരികൾ പോലീസിനെ ഭയന്ന് തലകുനിച്ച് ഒന്നും പറയാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തിന്റെ ഒരു ഭാഗം കൊടുക്കും. ചിതറിക്കിടന്ന പച്ചക്കറികളെ നോക്കി രശ്മി തന്റെ പേഴ്സിൽ കൈയിട്ട് നോക്കി. ആ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് വെറും 90 രൂപ മാത്രമായിരുന്നു. അവൾ പോലീസുകാരോട് മെല്ലെ പറഞ്ഞു, സർ, കഴിഞ്ഞ ആഴ്ച ഞാൻ 180 രൂപ കൊടുത്തിരുന്നു. ഈ പ്രാവശ്യം പച്ചക്കറിയുടെ വില കൂടിയിട്ടുണ്ട്, കുറച്ചു കരുണ കാണിക്കൂ. അധികം സംസാരിക്കേണ്ട എന്ന് കോപത്തോടെ അലറിക്കൊണ്ട് ബലദേവ് രശ്മിയുടെ വണ്ടി തള്ളിമറിച്ചു. തെരുവിൽ പച്ച മല്ലിയില, പച്ചമുളക്, തക്കാളി എല്ലാം ചിതറി വീണു. അവിടെ നടന്നുപോയവരുടെ കാലിനടിയിൽ ചതഞ്ഞുപോയി. ഇത് കണ്ട രശ്മിയുടെ മനസ്സ് തകർന്നുപോയി. ഇനി അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കോപത്തോടെ എതിരെ നിന്ന ബലദേവിനെ നോക്കി ഒരു കൈയിൽ തന്റെ പഴകിയ ചെരുപ്പ് പിടിച്ച് മറ്റേ കൈയാൽ അവന്റെ യൂണിഫോമിന്റെ കോളർ പിടിച്ച്, ഈ സ്ഥലം ഞങ്ങളുടേതാണ്, നിന്റേതല്ല എന്ന് അലറി. അടുത്ത നിമിഷം ബലദേവിന്റെ കവിളിൽ ഒരു ശക്തമായ അടി വീണു. ആ അടിയിൽ മാർക്കറ്റ് മുഴുവൻ നിശബ്ദമായി. കാട്ടുപോലും നിന്നുപോയി. വലിയ ശരീരമുള്ള ബലദേവ് പിന്നോട്ട് വീണു. അവന്റെ കവിളിൽ ചുവന്ന പാട് മാത്രമല്ല, ചുണ്ടിൽ നിന്ന് രക്തവും ഒഴുകി. ഇതുവരെ അത്ഭുതത്തോടെ നോക്കി നിന്ന കിഷൻ തന്റെ വടി ഉയർത്തിയ ഉടനെ രശ്മി അവന്റെ നെഞ്ചിൽ ശക്തമായി ചവിട്ടി. ആ എന്ന് അലറിക്കൊണ്ട് കിഷൻ പിന്നോട്ട് തള്ളപ്പെട്ടു. രശ്മി തന്റെ മുഴുവൻ ശക്തിയും ഒന്നിച്ചുകൂട്ടി. 3 വർഷം മുമ്പ് നിന്റെ ആളുകൾ എന്റെ ഭർത്താവിനെ അടിച്ചുകൊന്നു. ഇപ്പോൾ എന്റെ ഊഴം, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണാം എന്ന് അലറി. അവളുടെ കഥ ഒരു അഗ്നിപർവ്വതം പോലെ പുറത്തേക്ക് വന്നു. 3 വർഷം മുമ്പ് രശ്മിയുടെ ഭർത്താവ് പ്രകാശ് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. സത്യസന്ധനും കഠിനാധ്വാനിയുമായിരുന്നു എന്ന് പേര് നേടിയവൻ. ഒരു ദിവസം അപ്രതീക്ഷിതമായി അവന്റെ ഓട്ടോ ഒരു ഉദ്യോഗസ്ഥന്റെ കാറിൽ ഇടിച്ചു. ഉദ്യോഗസ്ഥന് ഒന്നും പറ്റിയില്ല, പക്ഷേ പ്രകാശിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രശ്മി പലതവണ സ്റ്റേഷനിൽ പോയി തന്റെ ഭർത്താവിനെ വിട്ടേക്കണമെന്ന് കെഞ്ചി. പക്ഷേ ആരും കേട്ടില്ല. 5 ദിവസത്തിനു ശേഷം പ്രകാശിന്റെ മൃതദേഹം മാത്രമാണ് രശ്മിക്ക് ലഭിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ആത്മഹത്യ എന്ന് എഴുതിയിരുന്നു. പക്ഷേ രശ്മിക്ക് അറിയാമായിരുന്നു, തന്റെ ഭർത്താവ് അത്ര ഭീരുവല്ല, പോലീസുകാർ തന്നെ അവനെ കൊന്നതാണ് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്നാൽ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് 6 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. തന്റെ വേദനയും കണ്ണീരും മനസ്സിൽ ഒളിപ്പിച്ച്
പകലും രാത്രിയും പച്ചക്കറി വണ്ടിക്കരികിൽ നിന്ന് പോലീസുകാരുമായി ഒരു വഴക്കും ഉണ്ടാകാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അവളുടെ ക്ഷമ തീർന്നു. ഇനി ബാക്കിയുള്ളത് പ്രതികാരത്തിന്റെ തീ മാത്രം. 3 വർഷമായി അവളുടെ മനസ്സിൽ കനലായി കിടന്ന പ്രതികാരം. ബലദേവും കിഷനും താഴെ വീഴുന്നത് കണ്ട ജനങ്ങൾക്ക് ഭയം കുറഞ്ഞു. വർഷങ്ങളായി ഈ പോലീസുകാർ ജനങ്ങളെ അടക്കി നിർത്തിയിരുന്നു. അവിടെ തന്റെ പിതാവിനോടൊപ്പം ജോലി ചെയ്തിരുന്ന രോഹൻ എന്ന യുവാവ് തന്റെ സ്മാർട്ട് ഫോൺ എടുത്ത് ആ സംഭവം വീഡിയോയായി പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. 30 സെക്കൻഡിന്റെ ആ വീഡിയോ ഒരു തീപ്പൊരിയായി മുഴുവൻ നഗരത്തെയും കത്തിച്ചുയർത്തി. പച്ചക്കറി വിൽക്കുന്ന ഒരു സാധാരണ സ്ത്രീ പോലീസുകാരെ ചെരുപ്പുകൊണ്ട് അടിക്കുന്നു. മുഖത്ത് അടിച്ച് വെല്ലുവിളിക്കുന്നു. ചിലർ അത്ഭുതപ്പെട്ടു, ചിലർ ഭയപ്പെട്ടു, മറ്റു ചിലർ സന്തോഷിച്ചു. രശ്മി പറഞ്ഞത്, "എന്റെ ഭർത്താവിന്റെ മരണത്തിന് ഒരു ഉത്തരം വേണം." ആ വാക്കുകൾ മാർക്കറ്റിന്റെ മനോഭാവത്തെ മാറ്റിമറിച്ചു. 2 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും പച്ചക്കറി വിൽപ്പനക്കാരി വേഴ്സസ് പോലീസ് എന്ന തലക്കെട്ടോടെ വൈറലായി. എല്ലാവരും ഷെയർ ചെയ്തു, കമന്റ് ചെയ്തു. ക്രൂരമായി പെരുമാറുന്ന പോലീസുകാർക്കെതിരെ ജനങ്ങളുടെ കോപം പുറത്തുവന്നു. 50നും കൂടുതൽ വ്യാപാരികളും 100കണക്കിന് സാധാരണക്കാരും മറ്റന്നാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. അവരുടെ കൈകളിൽ പച്ചക്കറികൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ വലിയ അക്ഷരങ്ങളിൽ എഴുതിയ ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നു. "ഇന്ന് ഞങ്ങൾ എല്ലാവരും രശ്മിയാണ്" എന്ന് എഴുതിയിരുന്നു. പോലീസുകാർ രശ്മിക്കെതിരെ ആക്രമണത്തിന് FAR രജിസ്റ്റർ ചെയ്തു. ആ രാത്രി തന്നെ അവളെ അറസ്റ്റ് ചെയ്തു. സെക്ഷൻ 303 കൊലപാതക ശ്രമം, സെക്ഷൻ 386 സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ആക്രമണം, കലാപം ഉണ്ടാക്കൽ, ജീവൻ ഭീഷണി എന്നിവ അവൾക്കെതിരെ ചുമത്തപ്പെട്ടു. അവളുടെ കൈകളിൽ വിലങ്ങ് മാറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇതെല്ലാം നടന്നിട്ടും രശ്മിയുടെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി. അവൾ നേടിയ വിജയത്തിന്റെ ഒരു തൃപ്തി അവളുടെ മുഖത്ത് തെളിഞ്ഞു. സ്റ്റേഷൻ പുറത്ത് ജനങ്ങൾ രശ്മിയെ വിട്ടേക്കൂ, ഞങ്ങൾക്ക് നീതി വേണം എന്ന് അലറിക്കൊണ്ടിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ആ നഗരത്തിലെ ഒരു RTA ആക്ടിവിസ്റ്റ് ശ്രീവാസ്തവ രശ്മിക്ക് സഹായമായി മുന്നോട്ടു വന്നു. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളോടൊപ്പം ബലദേവിനെയും കിഷനെയും കുറിച്ച് പല വിവരങ്ങളും ശേഖരിച്ചു. ബലദേവിനെതിരെ ഇതിനകം 8 പരാതികൾ ഉണ്ടായിരുന്നു. ഭൂമി കൈയേറ്റം, ചെറുകിട വ്യാപാരികളെ ഭീഷണിപ്പെടുത്തൽ, നിയമവിരുദ്ധമായി പണം വസൂലാക്കൽ. 2 വർഷത്തിനുള്ളിൽ 40നും കൂടുതൽ പച്ചക്കറി വ്യാപാരികളിൽ നിന്ന് പണം വസൂലാക്കിയ രേഖകൾ ഉണ്ടായിരുന്നു. ഇതുമൂലം ചെറുകിട വ്യാപാരികൾ തങ്ങളുടെ വ്യാപാരം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായി. ഇതോടൊപ്പം രശ്മിയുടെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും തുറന്നു. ഫോറൻസിക് റിപ്പോർട്ടുകളിൽ പ്രകാശിനെ ശക്തമായി തല്ലിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. അവൻ ആത്മഹത്യ ചെയ്തിരുന്നില്ല, പോലീസിന്റെ ആക്രമണം മൂലമാണ് മരിച്ചത് എന്ന് വ്യക്തമായി. ഇത് അറിഞ്ഞ ജനങ്ങൾ എല്ലാം രശ്മിക്ക് അനുകൂലമായി തിരിഞ്ഞു. ഈ വിഷയം രാജ്യവ്യാപകമായി ഒരു പ്രധാന വിഷയമായി മാറി. 6 ദിവസത്തിനു ശേഷം രശ്മിയുടെ കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് പോയി. വിചാരണയ്ക്ക് ശേഷം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ പ്രശ്നമാകുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ശരിയാണ്. രശ്മി കുറ്റക്കാരിയല്ല, ഇത് വ്യവസ്ഥയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് എന്ന് ജഡ്ജി പറഞ്ഞ് രശ്മിക്കെതിരെയുള്ള FAR റദ്ദാക്കി. ബലദേവിനെ സസ്പെൻഡ് ചെയ്തു. അവനെതിരെയുള്ള കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടു. കിഷനെ ഒരു ദൂരെയുള്ള ഗ്രാമീണ മേഖലയിലേക്ക് മാറ്റി. അവിടെ അവനാൽ ആർക്കും ശല്യമുണ്ടാകില്ല. ഈ ധൈര്യമെല്ലാം കാണിച്ച രശ്മി ഇപ്പോൾ എവിടെയാണ്? ഇപ്പോഴും അവൾ ആ മാർക്കറ്റിൽ തന്റെ പച്ചക്കറി വണ്ടിയിൽ പച്ചക്കറികൾ വിറ്റുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒറ്റയ്ക്കല്ല. ഓരോ വ്യാഴാഴ്ചയും അവളുടെ അരികിൽ 3 വിധവകൾ ഇരിക്കും. അവരുടെ ഭർത്താക്കന്മാരും ഇതേപോലെ മരിച്ചവരാണ്. രശ്മിയുടെ പോരാട്ടം അവർക്ക് ധൈര്യം പകർന്നു, തങ്ങളുടെ ശബ്ദം ഉയർത്താനുള്ള ശക്തി നൽകി. അവരോടൊപ്പം ഒരു മുതിർന്ന മനുഷ്യനും ഉണ്ട്. അവന്റെ കട പോലീസ് ബലമായി നീക്കം ചെയ്തിരുന്നു. ആ വീഡിയോ എടുത്ത രോഹൻ ഇപ്പോൾ ഒരു ചെറിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്നു. ആ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് സൗജന്യമായി ബ്രാൻഡിംഗ് ചെയ്യുന്നു. അവരുടെ പോരാട്ട കഥകൾ ലോകത്തിന് പറയുന്നു. ഇത് സമൂഹത്തിൽ അവബോധം വളർത്താൻ സഹായിക്കുന്നു. ഇപ്പോൾ ആ മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്നവർക്ക് മുമ്പത്തെക്കാൾ കൂടുതൽ മാന്യത ലഭിക്കുന്നു. അവിടെ ഒരു ബോർഡിൽ "ഇവ വെറും പച്ചക്കറികൾ മാത്രമല്ല, ഇവ നീതിയുടെ സുഗന്ധമാണ്" എന്ന് എഴുതിയിരിക്കുന്നു. രശ്മിയുടെ കഥ ഒരു അടയാളമാണ്. അനീതിക്കെതിരെ നിന്ന ഒരു സാധാരണ സ്ത്രീയുടെ കഥ. ഈ കഥയിൽ ശക്തമായത് തോക്കോ യൂണിഫോമോ അല്ല, ഒരു സാധാരണ സ്ത്രീ ധൈര്യമായി സത്യം സംസാരിച്ച് വിജയിച്ചു. ഒരൊറ്റ തീപ്പൊരി ഇരുട്ടിനെ ഓടിച്ച് വെളിച്ചം നിറയ്ക്കാൻ കഴിയുമെന്ന് രശ്മി കാണിച്ചു തന്നു. രശ്മി ഇപ്പോൾ ഒരു പേര് മാത്രമല്ല, ഒരു പ്രചോദനമാണ്. വർഷങ്ങളായി മൗനം പാലിച്ചവർക്ക് ധൈര്യത്തിനും അനീതിക്കെതിരെ മാറ്റത്തിനും ഒരു ചിഹ്നം. ഈ സംഭവത്തിനു ശേഷം ജനങ്ങൾ പച്ചക്കറികൾ മാത്രം വാങ്ങുന്നില്ല, വിൽപ്പനക്കാർക്ക് മാന്യതയും നൽകുന്നു.
ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അനീതി നിലനിൽക്കുന്നിടത്തോളം രശ്മിയെപ്പോലുള്ള കഥകൾ ഓരോ തെരുവിലും ഓരോ നഗരത്തിലും തുടരും. ഈ കഥ നിനക്ക് എങ്ങനെ തോന്നി? നിന്റെ അഭിപ്രായം കമന്റിൽ പറയൂ. ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.